ഹലോ വെൽക്കം ബാക്ക് ടു റോഷ്ലീസ് വ്ലോഗ്സ്. അപ്പോൾ ഞാൻ ജയക്കുട്ടി മാടിച്ചാച്ചൻ കൂടെ പൊൻകുന്നത്തിന് പോകുന്ന വഴിയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്കൊരു കല്യാണമുണ്ട്. അത് നമ്മുടെ തൊടുപുഴ മുതലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ കല്യാണം കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊൻകുന്നത്തിന് പോകുന്നത് കേട്ടോ. ഓണത്തിൻ്റെ സമയത്ത് പോകുന്നതാണ്. ഇത് ഉത്രാടത്തിൻ്റെ അന്ന് പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല റഷായിരുന്നു. അതുപോലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ലേറ്റായിട്ട് തന്നെയാണ് കല്യാണത്തിനാണെങ്കിലും എത്തിയത്. കാരണം അതുപോലെ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കല്യാണത്തിൻ്റെ കുട്ടി അവളുടെ വീട് ട്രിച്ചിയിലാണ് കേട്ടോ. ഞാൻ 2010-12 കാലഘട്ടത്തിൽ ട്രിച്ചി ഹോളി ക്രോസ് കോളേജിലെ MSW കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് അവിടെ പരിചയമുള്ള ആരും തന്നെ ഇല്ലായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ ഞാനൊരു മലയാളി, എൻ്റെ ടീച്ചേഴ്സിലാണെങ്കിൽ ആർക്കും തന്നെ മലയാളം അറിയത്തില്ല. ആകെപ്പാടെ വിഷമിച്ച് പോയൊരു കാലഘട്ടം. പക്ഷേ എനിക്ക് സീനിയർ ഒരു ഫാദർ ഉണ്ടായിരുന്നു. അദ്ദേഹം പരിചയപ്പെടുത്തി തന്ന ഒരു ഫാമിലിയാണ്. എവിടെയെങ്കിലും ഇരുന്ന് അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയോടെ ഞാൻ അങ്ങേ ഓർക്കുന്നു. ഓക്കെ, അപ്പം ഈ ഫാമിലിയെ ഞാൻ ട്രിച്ചി വെച്ച് പരിചയപ്പെട്ടതാണ്. ആക്ച്വലി അങ്കിളും ആൻറ്റി തോമസ് അങ്കിളും ജോളി ആൻറ്റിയും ടോജോയും ടോസിയും ഇവർ 4 പേരായിരുന്നു ഫാമിലിയിലുണ്ടായിരുന്നത്. അവരുടെ ഒരു തോമസ് അങ്കിളിൻ്റെയും ജോളി ആൻറ്റിയുടെയും മകളെ പോലെ തന്നെ അവരെന്നെ സ്വീകരിച്ചു. ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരെ എങ്ങനെ കാണുന്നു ആ രീതിയിൽ തന്നെ തോമസ് അങ്കിളിനെയും ജോളി ആൻറ്റിയും കണ്ടു. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം എനിക്ക് ഇന്നും ആ കുടുംബമായിട്ടുണ്ട്. 10-12 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ കുടുംബത്തിൻ്റെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുകയാണ്. ടോജോയുടെ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. പക്ഷേ എന്നാൽ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. പിന്നെ ടോസിമോളുടെ കല്യാണം വേറൊന്നും എനിക്ക് ചെയ്യാൻ അവർക്ക് വേണ്ടി പറ്റിയില്ല. പക്ഷേ അവളുടെ കല്യാണത്തിന് നേരിട്ട് പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് മാടിച്ചാച്ചി എന്നെ കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ. എനിക്കതിൽ ഒത്തിരി എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് മുൻപേ ഒരു സഹായകനെ ദൈവം അയച്ചു തരും, അല്ലെ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആ വചനം എൻ്റെ ജീവിതത്തിൽ വളരെ ക്ലിയറായിട്ട് സംഭവിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് മാറി നിൽക്കുന്ന സമയത്ത് എൻ്റെ വീട്, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരങ്ങൾ എന്ന രീതിയിൽ തന്നെ എനിക്ക് ഇടപഴകാൻ പറ്റിയ ഒരു കുടുംബമാണ്. ഇപ്പോഴും ആൻറ്റി എന്നെ വിളിക്കുകയും മെസ്സേജുകൾ അയക്കുകയും ഒക്കെ ചെയ്യും. ആൻറ്റിക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ ആൻറ്റി എന്നെ വിളിക്കും, എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ആൻറ്റിയെ വിളിക്കും. നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് പരസ്പരം സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടോസിമോടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു, ഫുഡും ഒക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് തൊടുപുഴ വഴി പാലായ്ക്കാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞങ്ങളുടെ യാത്രകൾ അവിടെ നിന്ന് അങ്ങോട്ട് പാലായ്ക്കുള്ള റൂട്ടിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വന്ന് ഞങ്ങൾ പാലായിൽ പുളിമൂട്ട് സിൽക്സിലാണ് കയറിയത്. കാരണം ഓണത്തിന് നാട്ടിലേക്ക് പോകാണല്ലോ, അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പം അതിന് വേണ്ട സാധനങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പുളിമൂട്ട് സിൽക്സിൽ, പാല പുളിമൂട്ട് സിൽക്സിൽ കയറുന്നത്. പക്ഷേ ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. പ്രൈസ് ആണെങ്കിലും നമ്മൾ സാധാരണക്കാർക്ക് പറ്റുന്ന പ്രൈസാണ്. അപ്പം ഞാൻ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജിയാക്കുട്ടിക്ക് സെൻറ്റ് അൽഫോൻസായുടെ കഥ പറഞ്ഞു കൊടുത്തു. സോ അവൾക്ക് അന്നേരം അൽഫോൻസായുടെ പള്ളിയിൽ പോകണം. ഓക്കെ, മാടിച്ചാച്ച പറഞ്ഞു നമുക്ക് പോയേക്കാം. നേരെ വണ്ടി വിട്ടിട്ട് ഭരണങ്ങാനത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭരണങ്ങാനം പള്ളിയിൽ പോയി. ഞാൻ അധികം കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല, ജസ്റ്റ് 1-2 ക്ലിപ്പുകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഒന്ന് കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് ഞാനും അതിലേക്ക് മുഴുകി. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തലേദിവസം രാത്രി ഞാൻ പാമ്പിനെ സ്വപ്നം കണ്ടു. ആദ്യം പോയ മുതലക്കോടം പള്ളി ഗീവർഗീസിൻ്റേതായിരുന്നേ. പക്ഷെ അന്നേരം കാര്യം പറയാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് അരുവിത്ര പള്ളിയിൽ പോയി കാര്യം പറഞ്ഞിട്ട് പോകാം. കാരണം എൻ്റെ വലിയച്ചാച്ചൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്, പാമ്പിൻ്റെ ഉപദ്രവത്തിൽ നിന്നൊക്കെ ഗീവർഗീസ് പുണ്യവാനെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗീവർഗീസ് പുണ്യവാൻ എപ്പോഴും പാമ്പിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കുന്ന ആളാണ് എന്നൊരു തോന്നലാണ് കുഞ്ഞുനാൾ മുതലേ മനസ്സിൽ രൂപപ്പെട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ തോന്നൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ.
അതുകൊണ്ട് ഇപ്പുറത്ത് മാറി സമാധാനമായിട്ടിരുന്ന ജിയാക്കുട്ടിയുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്തു, ജിയാക്കുട്ടി ആ പുണ്യവാൻ്റെ രൂപം കണ്ടോ, രൂപത്തിലൊന്ന് നോക്കിയോ, പാമ്പിൻ്റെ വായിലോട്ട് കുന്തം വെച്ച് കുത്തുന്നത് കണ്ടോ, അങ്ങനെ പാമ്പിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനോട് പറഞ്ഞു കൊടുത്തു. കൊച്ചും പോയി നോക്കിയിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോരുവാണ് കേട്ടോ. ഇന്ന് നമ്മുടെ വീടിൻ്റെ പറമ്പും വഴികളും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അനിയത്തിയും അനിയനും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞു. ജിയാക്കുട്ടി എല്ലാവർക്കും ഓണക്കോടിയൊക്കെ കൊടുത്തു. എല്ലാവരും ഹാപ്പി. ജിയാക്കുട്ടിയുടെ ഇളയപ്പൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ്. അവൾ എന്തൊക്കെയാണോ ഇളയപ്പനോട് പറഞ്ഞാൽ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.